നമ്മൾ കേരളത്തിനെയും ഇന്ത്യയും സ്പർശിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ ഈ ചർച്ചയിലുടനീളം സംസാരിച്ചു പോയിട്ടുണ്ട്. നമ്മളിനൊരു ഇൻ്റർനാഷണൽ തലത്തിൽ നിന്നുള്ള ഇനീഷ്യേറ്റീവുകളും കൂടെ നോക്കാതിരിക്കാൻ പറ്റില്ല. UN വിമൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു 2017 മാർച്ചിൽ. അതിന് മുമ്പും പലപ്പോഴും ഇനീഷ്യേറ്റീവ് വന്നിട്ടുണ്ട്. റിലീജിയൻ എത്രത്തോളം സ്ത്രീകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ വുമൺ റൈറ്റിനെ എത്രത്തോളം അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസ് അല്ലെങ്കിൽ വിശ്വാസങ്ങളെന്ന് നമ്മൾ പറയപ്പെടുന്ന പല കാര്യങ്ങളും എത്രത്തോളം ഹനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇനീഷ്യേറ്റീവ് ലോകത്ത് തന്നെ നടക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും എന്താ പറയുക ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു ഇന്ത്യൻ വനിത കൂടിയാണ്. ലക്ഷ്മി പുരി എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി വർക്ക് ചെയ്യുന്ന IFS ഓഫീസറാണ്. ഇത്തരത്തിലുള്ള ലോകത്തിൽ തന്നെയുള്ള മൂവ്മെൻറ്റ്സിനെ എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? ഇല്ല, അത് രണ്ട് വിധത്തിൽ കാണാം. ഒന്ന്, ഇപ്പോൾ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാം എന്നൊരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകമതമാണ്. ഇന്തോനേഷ്യ മുതൽ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ആയിട്ട് പിന്നെ പറന്ന് കിടക്കുന്ന ഒരു അതിന് ഈ പറഞ്ഞ പോലെ ഏകത്വ സ്വഭാവമൊന്നുമില്ല. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പം ഏറ്റവും അധികം കൺവേർഷൻസ് നടക്കുന്ന ഒരു സമൂഹം സൗത്ത് ആഫ്രിക്കയാണ്. എന്തുകൊണ്ട് കൺവേർഷൻസ് നടക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഗേ ലെസ്ബിയൻ സ്വർഗ പ്രേമികളെ അടക്കം ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇസ്ലാം. പക്ഷേ ആ ഇസ്ലാം അല്ല സൗദി അറേബ്യയിലെ ഇസ്ലാം. നിങ്ങൾ പിന്നെ നോർത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ, ഈജിപ്തിലും പിന്നെ അതിന് വടക്കോട്ടും ടുണീഷ്യയിലും അൾജീരിയയിലും എത്ര ശക്തകളായ സ്ത്രീകൾ. മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സ്റ്റീരിയോ ടൈപ്പിനൊക്കെ കംപ്ലീറ്റ്ലി എതിരാണ്. അതേപോലെ നിങ്ങൾ ഇന്തോനേഷ്യയിൽ പോയി നോക്കിയാൽ ഏത് പാതിരായ്ക്കും പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുഴുവൻ അവരുടെ റിലീജിയസ് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്. പക്ഷെ 100% പുരുഷന്മാർക്കൊപ്പം. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഇന്തോനേഷ്യയിലെ ഇസ്തിക്ലാൽ എന്ന് പറഞ്ഞിട്ട് പള്ളിക്കകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് അള്ളാഹുവിനോട് നടത്തുന്നൊരു, സത്യം പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു മിസ്റ്റിക് ശക്തി. ചില സമയത്ത് എന്തെങ്കിലും ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണടച്ച ആ ശക്തി ആവാഹിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാ പ്രായത്തിലുള്ളവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പലയിടത്തും ഇസ്ലാമിൽ അത് അനുവദിക്കുന്നില്ലല്ലോ. നമുക്കറിയാം കേരളത്തിലെ സുന്നി പള്ളികൾ ഇപ്പോഴും സ്ത്രീകളെ കയറ്റുന്നില്ല. വസ്ത്രധാരണ രീതി നോക്കൂ, എക്സ്പോസ്ഡ് ആയിട്ടാണ്. അല്ല, ഇപ്പൊ അവിടെ അങ്ങനെയല്ല. ആരാധനാലയങ്ങൾ ഈ ഇസ്ലാമിലും ഈ സ്ത്രീ ശരീരം ഒരു ശരിയല്ല എന്നുള്ള ആ ആശയമുണ്ടല്ലോ. പക്ഷെ അതിനൊരു പ്രായോഗിക പരിഹാരമെങ്കിലും അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് പർദ്ദ പോലത്തെ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈക്വലായി എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു വലിയ പള്ളിക്കുള്ളിൽ ഇതുപോലെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചിലതരം ഈ ആഗോളതലത്തിൽ ഇപ്പം സ്ത്രീകളും മതവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചർച്ചകൾ ഈ ഒരു ഡൈവേഴ്സിറ്റിയെ കണ്ടില്ലാതെ നടിക്കുകയും ഈ സൗദി അറേബ്യൻ ഇസ്ലാം മാത്രമാണ് ഇസ്ലാം എന്ന് കാണിച്ചിട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വല്ലാതെ മോശമായ പ്രചരണം. അതുപോലെ ക്ലിറ്ററൽ മ്യൂട്ടിലേഷൻ്റെ ഈ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഇസ്ലാമിൻ്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഉള്ളതാണ്. അവിടുന്ന് ഈ ഫാഷൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പം ആഗോളവൽക്കരണം ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്തെ പ്രാക്ടീസസ് വേറൊരു സ്ഥലത്തോട്ട് വരും, അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പം അതിനെയൊക്കെ മാത്രം എടുത്തു പിടിച്ചിട്ട് ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും എതിർക്കുക തന്നെ വേണ്ടത്. പക്ഷേ അതേസമയം ആഗോളതലത്തിൽ ഈ മുസ്ലിം ഫെമിനിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെ പിന്താങ്ങുന്ന ഇപ്പോൾ UN-ൻ്റെ ഒക്കെ പിന്നെ ഇനീഷ്യേറ്റീവ്സ് പലതും ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളോടും മുസ്ലിം ഫെമിനിസ്റ്റുകളോടും സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ സിസ്റ്റേഴ്സ് ഇൻ ഇസ്ലാം എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും പവർഫുൾ പിന്നെ ഫെമിനിസ്റ്റ് സംഘടന. സിസ്റ്റേഴ്സ് ഇൻ ഇസ്ലാമാണ്. ആ സിസ്റ്റേഴ്സ് ഇൻ ഇസ്ലാം അവിടുത്തെ ദായക്രമത്തിലായാലും പ്രാർത്ഥനയിലായാലും മറ്റേത് കാര്യത്തിലും തുല്യ പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലും എത്രയോ മുസ്ലിം വനിതാ ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. അവർ തന്നെയാണ് സുപ്രീം കോടതിയിൽ പോയി പല കാര്യങ്ങളും ആവശ്യപ്പെടുകയും മറ്റുകയും ചെയ്ത്. അത് തമാശ എന്ന് വെച്ചാൽ ഇപ്പം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയും മെജോറിറ്റി കമ്മ്യൂണിറ്റിയും ആകുമ്പോൾ കുറേ വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ ട്രിനിഡാഡ് ടൊബാഗോ ആ പ്രദേശത്ത് വെസ്റ്റ് ഇൻഡീസിൽ പോയാൽ അവിടുത്തെ ഹിന്ദുക്കളുടെ ഇടയിൽ ഭയങ്കര ജാതിയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ഒരൊറ്റ സ്ഥലമേ കണ്ടിട്ടുള്ളൂ ഞാൻ ലോകത്ത്. ജാതിയെ മാത്രമല്ല, ഈ ഏതെങ്കിലും അതായത് ആഫ്രിക്കൻ വംശജരെ കല്യാണം കഴിക്കാനോ ഒക്കെ തീരുമാനിച്ചാൽ കൊന്നുകളയുന്ന ഏറ്റവും അധികം ഈ അഭിമാനക്കൊല നടക്കുന്ന സമൂഹങ്ങളിലൊന്നാണ്. ഈ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുസ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ നൂറ്റാണ്ടുകൾ മുമ്പ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയി താമസിക്കുന്ന ഹിന്ദു വംശജരാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും അൾട്രാ കൺസർവേറ്റീവ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മൈനോറിറ്റി നിലയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
മൈനോറിറ്റികളാണ് അവിടെ. അപ്പോൾ ഈ identity-യിലേക്ക് അപ്പോൾ ഐഡൻറ്റിറ്റീസിൻ്റെ പ്രശ്നവും ആ പ്രശ്നവും ഇന്ത്യയിലത്തെ ഇസ്ലാം ഇത്രയും കൺസർവേറ്റീവ് ആയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ശ്രീലങ്കയല്ല സോറി, നിങ്ങൾ ബംഗ്ലാദേശ് എടുത്തു നോക്കൂ, പാകിസ്ഥാൻ എടുത്തു നോക്കൂ, അൾജീരിയ, ടുണീഷ്യ, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, മലേഷ്യ, ഇവിടെ ഒന്നും ഇല്ലാത്ത വല്ലാത്തൊരു കൺസർവേറ്റീവ്സ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ എംബാറ്റിൽഡ് മൈനോറിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്ന് നമ്മൾ മൈനോറിറ്റീസിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊടുക്കുന്നു, ഭൂരിപക്ഷ സമുദായം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്, 100% ഇന്ത്യയുടെ ഭാഗമാണ്, നിങ്ങളുടെ വിശ്വാസങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, മാനിക്കും, നിങ്ങൾ എന്തുകൊണ്ടും ഞങ്ങളെപ്പോലെ നിങ്ങളുടെ അഭിപ്രായം എടുക്കാതെ ഒരു കാര്യവും ഞങ്ങൾ തീരുമാനിക്കില്ല എന്ന് ഭൂരിപക്ഷ സമുദായം ഉറപ്പ് കൊടുക്കുന്ന അന്ന്, അതായത് ഇന്ത്യൻ ഭരണഘടനയെ കൃത്യമായി പാലിക്കുന്ന അന്ന് ഇവരുടെ ഈ ടെൻഷൻ, അതാണ് ആഗോള തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പാഠം. അതുപോലെയാണ് ജാതിയും. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഹിന്ദുമതമുണ്ട്, പക്ഷേ അതിൽ ജാതിയില്ല, ജാതിയൊക്കെ വളരെ ഫ്ലൂയിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയിൽ ഈ ജാതി ഇല്ലാത്തൊരു ഹിന്ദുമതം പോസിബിളാണ്. അഞ്ജന മാഡം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആഗോളതലത്തിൽ വരുന്ന മാറ്റം അത് നല്ലതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മാറ്റം ഉണ്ടാകണം. എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര നാളായിട്ടും സ്ത്രീയുടെ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടണം, കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷകൾ ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ ലോകം മുഴുവൻ മാറുന്നതനുസരിച്ച് ഭാരതത്തിലെ സ്ത്രീകളെയും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നാടിൻ്റെ ഭരണകർത്താക്കൾ തയ്യാറാകുക, അത് തന്നെയാണ് വേണ്ടത്. ചർച്ചയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു, അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നു. ആചാരങ്ങൾ ഒരു വശത്ത്, മൂല്യങ്ങൾ ഒരു വശത്ത്, ഹ്യൂമൻ റൈറ്റ്സ് പുതിയതായിട്ട് എല്ലായ്പ്പോഴും പറഞ്ഞു വരുന്ന ഒന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ജെൻഡർ റൈറ്റ്സ് ഒരു വശത്ത്. ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പുരോഗതിയാണ്. അത്രയേ ഉള്ളൂ. എന്നാണോ എല്ലാ കാര്യത്തിലും സ്ത്രീകൾ പുരോഗതി നേടുന്ന അന്ന് മാത്രമേ നമുക്ക് ഇതൊരു നല്ല പുരോഗതി നേടിയ സമൂഹമായിട്ട് നമ്മുടെ രാജ്യത്തെ നമുക്ക് മാറ്റാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന തന്നെ എന്താണോ അതിനകത്ത് നമുക്കുള്ള അവകാശങ്ങളും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഓരോ വ്യക്തികളും നിറവേറുമ്പോൾ മാത്രമേ അത് പൂർണ്ണ അർത്ഥത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു ഇടമായി മാറുന്നുള്ളൂ. അവിടെ ആചാരമോ വിശ്വാസമോ ഒന്നും പ്രശ്നമായി വരുന്നില്ല, എല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു രാജ്യത്തെ ഞങ്ങൾ സ്വപ്നം കാണുന്നു, അതുണ്ടാവട്ടെ എന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണ പ്രയത്നത്തിലുമാണ്.